പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം അനുഗ്രഹീതമേറിയ ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആൽഫ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ വചന ശുശ്രൂഷയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൽ ബഹുമാനരായ ദൈവദാസന്മാരെയും ദൈവമക്കളെയും വന്ദനം ചെയ്യുവാൻ ലഭിക്കപ്പെട്ട നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിജു കുന്നേ അവരുകളോടുള്ള പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഈ മീഡിയയിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടിയുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ചില മിനിറ്റുകളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സന്ദേശത്തിനായി പരിശുദ്ധാത്മാവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദഭാഗം ദൈവജനവുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ തിരുവചന ചിന്തയ്ക്കായി വായിച്ചു കേൾക്കപ്പെട്ട കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് ഒരുപോലെ അത് അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൽ മഹത്വമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇവിടുന്ന് സഹായിക്കും. പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശമാണ്, ദൈവത്തിന്റെ വചനമാണ് നാം ഇന്ന് രാത്രിയിൽ വായിപ്പാൻ ഇടയായത്. ന്യായപ്രമാണത്തിൽ നിന്നും മതത്തിന്റെ ബാഹ്യമായ ചട്ടക്കൂട്ടിൽ നിന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ വാർത്തെടുക്കുന്ന ഉപദേശ സംഹിതകളാണ് കൊലോസ്യ ലേഖനത്തിന്റെ സംഗ്രഹം എന്ന് പറയുന്നത്. അത് അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അപ്പോൾ ആ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് ഇതേ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ എന്നു തുടങ്ങി ആ പ്രത്യാശ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതായ പരമപ്രധാനമായിരിക്കുന്ന വെളിപ്പാടുകൾ അഥവാ വെളിപ്പെടുത്തലുകളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സവിസ്തരം വിസ്തരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, ആ പ്രത്യാശ എന്നു തുടങ്ങി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതായ വെളിപ്പെടുത്തലുകൾ. അപ്പോസ്തലനായ പൗലോസ് ഒരു വേള സകല ക്രിസ്തീയ സമൂഹത്തെയും തകർത്ത് കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ അധികാര പത്രങ്ങളൊക്കെ വാങ്ങി ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിന്റെ കരത്താൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്തതായ ദൈവികമായ വെളിപ്പെടുത്തലുകളെ കുറിച്ചോ താൻ കണ്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അത് ശക്തമായ നിലയിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തുകൂടെ അത് സവിസ്തരമായി വിസ്തരിക്കപ്പെടുകയാണ്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊക്കെ നാം സശ്രദ്ധം വായിക്കുമ്പോൾ ഇതാ ആമേൻ, നമുക്കുള്ളിൽ ഇരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അഥവാ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ വിവരണങ്ങളാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. 2, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. 3, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ്, നിത്യൻ, സകലത്തെയും വഹിക്കുന്നവൻ, സഭയുടെ തല, എല്ലാറ്റിന്റെയും ആരംഭം, മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവൻ, സർവത്തിനും മുൻപേയുള്ളവൻ, ദൈവത്തിന്റെ സർവസമ്പൂർണത, ദൈവത്തിനും മനുഷ്യരും ഇടയിലെ മധ്യസ്ഥൻ എന്നു തുടങ്ങി നാം വായിച്ച വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാരിൽ അധിവസിക്കുന്നവൻ. അപ്പോ കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള
വെളിപ്പെടുത്തലുകൾ. ഒന്നവൻ വീണ്ടെടുപ്പുകാരനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും സഭയുടെ തലയും നിത്യനായി ആമേൻ ദൈവത്തിനും മനുഷ്യനും ഇടയിലെ മധ്യസ്ഥനായി എന്ന് തുടങ്ങി വിശുദ്ധന്മാരിൽ അധിവസിക്കുന്നവനായ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അങ്ങനെ തുടങ്ങിയുള്ള അതേ വിവരണങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച് താൻ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനെന്നും അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെന്നും ഒക്കെയുള്ളതായ വെളിപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ പൗലോസ് ലേഖനത്തിലൂടെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുമ്പോൾ ഇന്ന് രാത്രി നാം മനസ്സിലാക്കുക, നാം സാധാരണ ഒരു വ്യക്തിയല്ല, അസാധാരണമായ ദൈവശക്തിക്ക് നാം ഉടമയാണ്. അപ്പോൾ സാധാരണക്കാരിയെന്നും സാധാരണക്കാരനെന്നും ഒക്കെ പറഞ്ഞു സമൂഹത്തിൽ അഥവാ വീടുകളിൽ ഒക്കെ നമ്മെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ട അതിശ്രേഷ്ഠമായിരിക്കുന്ന തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ളതായ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും സഭയുടെ തലയും നിത്യനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അത് ശ്രേഷ്ഠതയോടെ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ നാം ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണമായ ദൈവശക്തിക്കുടമയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മുൻപാകെ സ്തോത്രം അഴിയപ്പെടാത്ത ബന്ധനങ്ങളില്ല, നമുക്ക് മുമ്പാകെ മാറ്റപ്പെടാത്ത സംഗതികളില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതുകളെ ഏറ്റെടുക്കാം. സാധാരണ വ്യക്തിയല്ലേ, അല്ല, അസാധാരണമായ ദൈവശക്തിക്ക് ഉടമയാണ്. അങ്ങനെ അനുഗ്രഹമായ കർത്താവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ താൻ ഇങ്ങനെ സവിസ്തരം വിസ്തരിക്കുകയാണ്. അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെ, അത് പൂർവ്വകാലങ്ങൾക്ക്, പഴയ ഒരു കാലഘട്ടത്തിന്, പഴയ ഒരു തലമുറയ്ക്ക് മറഞ്ഞുകിടന്ന മർമ്മമാണ്. അത് ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഒരു കാലഘട്ടത്തിന് ഒരു തലമുറയ്ക്ക് മറഞ്ഞുകിടക്കുന്ന മാർമികം സത്യങ്ങളെയാണ് ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കാലമെന്ന് പറഞ്ഞാൽ, എന്താണ് തലമുറ എന്ന് പറഞ്ഞാൽ? കാലമെന്ന് പറയുമ്പോൾ അനേക തലമുറകൾ അടങ്ങിയ ഒരു ഘട്ടത്തെ കാലമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തെ തലമുറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കട്ടെ. അപ്പോൾ അനേകം തലമുറകൾ അടങ്ങിയ ഒരു ഘട്ടത്തെ കാലമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇതാ അനേക മനുഷ്യ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തെയാണ് തലമുറ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളും അനേക തലമുറകൾ അടങ്ങിയ ഒരു ഘട്ടത്തെയും കാലവും തലമുറയുമായി തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഇവിടെ മറഞ്ഞു കിടന്നതിനെ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുകയാണ്. നോഹയ്ക്ക് മറഞ്ഞു കിടന്നത്, അബ്രഹാമിന് മറഞ്ഞു കിടന്നത്, അങ്ങനെ തുടങ്ങി സകല പഴയ നിയമ വിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടക്കുന്ന മാർമിക സത്യങ്ങൾ സ്തോത്രം അനേക തലമുറകൾക്ക്, അനേക നോഹയുടെ കാലഘട്ടത്തിന്, അബ്രഹാമിയ കാലഘട്ടത്തിന്, ഇസ്രായേലി കാലഘട്ടത്തിന് ഇവിടെയൊക്കെ മറഞ്ഞു കിടന്ന ആ സംഭവങ്ങൾ അതേ തന്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമ കാലത്തിന് വെളിപ്പെടാതെ മറഞ്ഞിരുന്നത് ഇതാ പുതിയ നിയമ കാലത്തിന് വെളിപ്പെട്ടു. പഴയ നിയമ കാലത്തിന് വെളിപ്പെടാതെ മറഞ്ഞിരുന്നതിനെ പുതിയ നിയമ കാലത്തിന് വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഒരു കാലത്തിന് മറഞ്ഞു കിടന്ന, ഒരു തലമുറയ്ക്ക് മറഞ്ഞു കിടന്ന അതിശ്രേഷ്ഠകരമായ മാർമികത്വ സത്യത്തെയാണ് ഇപ്പോൾ അവരുടെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, സ്തോത്രം, ആർക്കും വെളിപ്പെടാത്ത, ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത അനേക മാർമികമായ സത്യങ്ങളെ, വചനങ്ങളെ, വെളിപ്പാടുകളെ, ദർശനങ്ങളെ കുറിച്ച് പറയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഉപയോഗിക്കും. നമുക്ക് മുൻപാകെ കർത്താവ് ചില വെളിപ്പാടുകളെ നൽകും. നമുക്ക് മുൻപാകെ കർത്താവ് ചില ദർശനങ്ങളെ വെളിപ്പെടുത്തും. അത് ശ്രേഷ്ഠകരമായ നിലയിൽ ഒരു കാലത്തിനോ ഒരു തലമുറയ്ക്കും മറഞ്ഞു കിടന്നതിനെ
ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതാ നമ്മെ ശ്രേഷ്ഠതയോടെ ഈ കാലഘട്ടത്തിന് ഉപയോഗപ്രദമാകുന്ന നിലയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ തുടങ്ങി അതിശ്രേഷ്ഠകരമായ വെളിപ്പാടുകളെ കുറിച്ച് പറഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവരോട് ജാതികളുടെ ഇടയിൽ ആമേൻ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ആമേൻ ദൈവത്തിന് ഇഷ്ടമായി. അപ്പോൾ കാലത്തിന്റെ എല്ലാ യുഗങ്ങളിലും മനുഷ്യരുടെ എല്ലാ തലമുറകളിലും ഈ രഹസ്യം മറഞ്ഞിരുന്നു, ഈ മർമ്മം മറഞ്ഞിരുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന മർമ്മത്തെ ആമേൻ സ്തോത്രം ഇതാ തന്റെ വിശുദ്ധന്മാർക്ക് ആമേൻ വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആമേൻ സ്തോത്രം പൗലോസിന് ഈ മർമ്മം വെളിപ്പെട്ടു. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ ആമേൻ പഠിച്ചെടുത്ത ആമേൻ സ്തോത്രം ആമേൻ ആ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല, അതിശ്രേഷ്ഠകരമായ വെളിപ്പാടുകളും വെളിപ്പെടുത്തലുകളുമാണ് ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് ആമേൻ അരുളപ്പാട് ലഭിക്കുവാൻ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ 27-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെ വിവരിക്കുകയാണ്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ കർത്താവിന് ഇഷ്ടമായി. അപ്പോൾ ക്രിസ്തു എന്ന മഹിമാധന അഥവാ മർമ്മത്തെ ജാതികളോട് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ക്രിസ്തു എന്ന മഹിമാധനത്തെ ആമേ സ്തോത്രം ആ വലിയ മർമ്മത്തെ ആമേ ജാതികൾക്ക് വേണ്ടി ആമേ അവരും ഈ അനുഗ്രഹത്തിന് ആമേ പങ്കാളിത്തം വഹിക്കുന്നതിന് വേണ്ടി അവരോട് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് തുല്യരായി ജാതികളും സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടതിനാലാണ് ഈ മഹിമയുടെ ധനം വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നത്. അതിന്റെ അർത്ഥം, അതിന്റെ വളരെ ശ്രേഷ്ഠകരമായ അർത്ഥത്തോടു കൂടി തന്നെ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത് അത് ശ്രേഷ്ഠതയോടെ ആ വചനം അവൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാർക്ക് തുല്യരായി ജാതികളും ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പങ്കാളികളായി തീരാൻ വേണ്ടി ഈ മഹിമാധനം കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി, സർവശക്തനായ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അതേ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ഒരു അധികാരം കൊടുത്തു, ദൈവ മക്കൾ എന്ന അധികാരം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ആമേൻ കർത്താവ് ഈ വചനങ്ങളൂടെ സംസാരിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ അകത്ത് ചില അനുഗ്രഹങ്ങൾ അത് നിത്യതയുടെ അനുഗ്രഹങ്ങളാക്കി നമുക്ക് മേൽ കർത്താവ് വെച്ചിരിക്കയാൽ ആ അനുഗ്രഹത്തിലേക്ക് പങ്കാളികളായി തീരാൻ വേണ്ടി ചിലരെ കൂടി നേടുവാൻ ഈ ശുശ്രൂഷ അനന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആമേൻ പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ആമേൻ പങ്കാളികളാകുന്നതിന് വേണ്ടി, അങ്ങനെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി ആമേൻ കർത്താവ് ഈ നാളുകളിൽ ഈ ശുശ്രൂഷകളെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ യഹൂദന്മാർക്ക് തുല്യരായി ജാതികളും സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പങ്കാളികളായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് ഈ മഹിമയുടെ ധനം വെളിപ്പെടുവാനിടയായി തീർന്നു. എത്ര പേർക്ക് എന്നോടുകൂടെ ഇന്ന് രാത്രി ആ കർത്താവിന്റെ മഹിമാ ധനത്തിന്റെ ആമേ ശ്രേഷ്ഠതയെ കുറിച്ച് അഥവാ ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേ നമുക്ക് മേൽ വെളിപ്പെട്ട, നമ്മെ ആ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവന്ന, നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന ആ ദൈവത്തിന് ഇന്ന് രാത്രി എത്ര പേർക്ക് നന്ദി അർപ്പിക്കുവാൻ, എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവരോട്, അപ്പോൾ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധരം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അങ്ങനെയെങ്കിൽ ആ ഇഷ്ടം ഇതാ ശമരിയയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം വേഗത്തിൽ മടങ്ങി വരുമ്പോൾ, വേഗത്തിൽ നാം കടന്നു വരുമ്പോൾ ഇതാ സ്തോത്രം യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. അതെ, 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് കൃത്യതയോടെ തന്നെ ഇവിടെ പറയുകയാണ്. അവൻ ശമരിയയിൽ കൂടി, യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. നമുക്കറിയാം യഹൂദന്മാരുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാത്തവരാണ് ഈ ശമരിയർ. അങ്ങനെ ഒരു സ്തോത്രം ഒരു ലിമിറ്റ്
അല്ലെങ്കിൽ അങ്ങനെയൊരു പരിധിയും പരിമിതിയും അവിടെ വെച്ചിരിക്കുമ്പോൾ, അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുമ്പോൾ, ഇതാ ശമരിയ പട്ടണത്തിലൂടെ അഥവാ ശമരിയിൽ കൂടി കർത്താവ് കടന്നു പോകേണ്ടി വന്നു. എന്തിനു വേണ്ടി? അവൻ അവിടെ തൻ രക്ഷകനെന്ന് വെളിപ്പെട്ടു വരുവാൻ, അവരുടെ സമ്പ്രദായങ്ങളെ ഇല്ലാതാക്കാൻ, അവിടുത്തെ നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ ഇതാ സർവശക്തനായ കർത്താവ് അവരിലേക്ക് വരികയാണ്. അപ്പൊ യഹൂദന്മാരുമായിട്ട് സമ്പർക്കമില്ലാതിരുന്ന ശമരിയയിൽ ശമരിയ രക്ഷപ്പെടേണ്ടതിന്, ശമരിയിൽ രോഗരക്ഷിതാവെന്ന് അറിയപ്പെടേണ്ടതിനു വേണ്ടി, അതിനായി ചിലരെ കൂട്ടേണ്ടതിന് വേണ്ടി കർത്താവ് തന്റെ പദ്ധതി പ്രകാരം, ദൈവം തന്റെ പദ്ധതി പ്രകാരം കർത്താവ് യേശു ക്രിസ്തു ആ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വരികയാണ്. അവിടുത്തെ സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ വളരെ സുപരിചിതമാണ്. അങ്ങനെ ശമരിയ പട്ടണത്തിൽ എത്തി. സ്തോത്രം. തന്റെ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തിയതിനു ശേഷം അവിടെ ഇതാ യാക്കോബിന്റെ ഒരു ഉറവുണ്ടായിരുന്നെന്നും യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു എന്നും, അപ്പോൾ ഇതാ ഒരു സ്ത്രീ, ശമരിയ സ്ത്രീ വെള്ളം എടുക്കുന്നതിനായിട്ട് അവിടേക്ക് വരുന്നതും മാത്രമല്ല യേശു അവളോട് കുടിപ്പാൻ ചോദിക്കുന്നതുമായിട്ടുള്ള വിവരണങ്ങളെ കുറിച്ചാണ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ കർത്താവ് ആ ശമരിയ സ്ത്രീയോട് കുടിപ്പാൻ വേണ്ടി വെള്ളം ചോദിക്കുകയാണ്. എന്നാൽ അപ്പോൾ ശമരിയ സ്ത്രീ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് വിഹിതമാണോ? ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറയുകയാണ്. യഹൂദന്മാർക്ക് ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥതയും അങ്ങനെ ഒരു നിയമവും നിൽക്കവേ സർവശക്തനായ കർത്താവ് ശമരിയ സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യവസ്ഥത ഇല്ലാതിരിക്കുമ്പോൾ, ശമരിയർക്ക് യഹൂദന്മാര് ശമരിയരുമായി സമ്പർക്കം ഇല്ലാതിരിക്കുന്ന വേളകളിൽ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി അവൾ ചോദിക്കുമ്പോൾ ഇതാ കർത്താവ് പറയുകയാണ്, ജീവനുള്ള വെള്ളത്തെ കുറിച്ച് അവളോട് സംസാരിക്കുകയോ. താൻ കൊടുക്കുന്ന വെള്ളം സ്തോത്രം ജീവനുള്ള വെള്ളമാണ്. ഹല്ലേലൂയ. ഇതാ ഒരിക്കലും ദാഹിക്കാത്ത, ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവുകളെ തന്നിൽ നിന്ന് കൊടുക്കുമെന്നുള്ളതായ മറുപടികൾ അവിടെ പറയുക. അങ്ങനെയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവി നമുക്ക് ഇങ്ങനെ ഒരു ആത്മീക ദൂത് ഇന്ന് രാത്രി പങ്കുവെക്കട്ടെ. നിയമങ്ങളും വ്യവസ്ഥതകളും ഉള്ളപ്പോൾ അതിന്റെ നടുവിൽ അതിനെ മാറ്റി ഇതാ ശമരിയർക്ക് വേണ്ടി കർത്താവ് അവിടെ ചെല്ലുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനങ്ങളിലൂടെ ഒക്കെ അതിശക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇതാ നമുക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റി തരാൻ കഴിയുന്ന ദൈവം. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കി ഇരിക്കുന്നുവെന്നും അത് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നുവെന്നും കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റിക്കൊണ്ട് അനുകൂലമായ വിധികളെ നൽകി തലമുറകളുടെ ഭാവിയെ അനുഗ്രഹമാക്കുവാൻ, സ്തോത്ര ഭദ്രതയിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ദൂതേറ്റെടുത്ത് എന്നോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയൂ? ഇന്ന് രാത്രി അതിശ്രേഷ്ഠതയോടെ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. രാജ്യത്തിന്റെ നിയമങ്ങളെ മാറ്റുവാൻ കഴിയുന്നവൻ. അതേ സ്തോത്രം. ദാനിയേലിന് വിരോധമായി രേഖകൾ എഴുതി വെച്ചിരിക്കുമ്പോഴും സ്തോത്രം വ്യവസ്ഥതയോടെ, നീതിയോടെ സ്തോത്രം അതിന് മാറ്റമില്ലാതെ പ്രാർത്ഥനയോട് കൂടിയായിരുന്ന ദാനിയേലിന് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടതുപോലെ തന്റെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇട്ടുവെങ്കിലും അതിനകത്തു നിന്ന് യാതൊരു കേടുപാടും ഉണ്ടാകാതെ തന്റെ ഭക്തനെ വിടുവിച്ചെടുത്തതുപോലെ രേഖകൾ വിരോധമായി എഴുതപ്പെട്ടാലും, കൽപ്പനകൾ എത്ര ശ്രേഷ്ഠതയോടെ എഴുതപ്പെട്ടാലും, എത്ര നീക്കം വരാത്ത നിയമമാണെങ്കിലും ഇന്ന് രാത്രി വചനങ്ങളിലൂടെ കർത്താവ് പറയുകയോ, കാലങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, സമയങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, അതേ നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ സന്തോഷത്തോടെ ഈ ദൂതുകളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്?
ഭൗതികമായ ചില മേഖലകളിൽ മനോവിഷമത്തോടുകൂടി ആയിരിക്കുന്ന ചിലരോട് കർത്താവിന്റെ രാത്രി ആത്മീകമായ ദൂത് വിളിച്ചു പറയുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചില പ്രവർത്തികളെ ചെയ്യുകയാണ്. അനുകൂലമായ വിധികളെ, അനുകൂലമായ സാഹചര്യങ്ങളെ, അനുകൂലമായ സ്തോത്രം അനുഗ്രഹങ്ങളെ കർത്താവ് നൽകി തരികയാണ്. അങ്ങനെയെങ്കിൽ ആ നിയമങ്ങളെ മാറ്റിക്കൊണ്ടിത് സ്തോത്രം യഹൂദനായ സ്തോത്രം ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലെന്ന് പറയുമ്പോൾ അവൻ നിയമങ്ങളെ തന്നെ മാറ്റി ശമരിയിൽ കടന്നു വരാത്ത, ശമരിയിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ, സമ്പർക്കമില്ലെന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ നിയമങ്ങൾക്ക് മീതെ പുതിയ നിയമം കർത്താവായ ക്രിസ്തു അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയോ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുകയാണ്. അതിനുശേഷം യഹൂദനെന്നും യജമാനെന്നും മനസ്സിലാക്കുകയോ, വെള്ളം തരുന്നതിനെ കുറിച്ച്, ജീവനുള്ള വെള്ളത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നീ യാക്കോബിനേക്കാൾ വലിയവനോ? ആ യജമാനൻ സ്തോത്രം ഹല്ലേലൂയ യജമാനൻ എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് സ്ത്രീ യേശുവിനെ സംബോധന ചെയ്യുകയാണ്. അതിനുശേഷം സ്തോത്രം ഒരു നാളും ദാഹിക്കാത്ത, ഒരു നാളും സ്തോത്രം ഞാൻ കൊടുക്കുന്ന വെള്ളം ഒരു നാളും കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അങ്ങനെ ഞാൻ കൊടുക്കുന്നത് അത് ശ്രേഷ്ഠകരമായതാണ്, ഒരിക്കലും വറ്റിപ്പോകാത്തതാണ്, അത് നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ആ സംഭാഷണങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇതാ യഹൂദനെന്ന് മനസ്സിലാക്കി, യജമാനെന്ന് മനസ്സിലാക്കി സ്തോത്രം ആ വെള്ളത്തിനു വേണ്ടി ഹല്ലേലൂയ ഇവിടെ വരെ വരാതെ എനിക്ക് നിത്യം കുടിക്കാൻ തക്കവണ്ണം അതെനിക്ക് തരണമെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിന്റെ സമസ്ത ചരിത്രങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അതിന് മുമ്പിൽ താൻ ഭയപ്പെട്ടു പോയി. ഇവനൊരു പ്രവാചകനോ? തന്റെ ജീവിതത്തിൽ ഇതുവരെയും രഹസ്യമാക്കപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അതിശക്തിയോടെ തന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ മുമ്പിൽ ഭയപ്പെട്ടു പോയവൾ ഇങ്ങനെ വിളിക്കുകയാണ്, അയ്യോ ഇവർ പ്രവാചകനാണ്. നീ ഒരു പ്രവാചകനാണോ? പ്രവാചകനാണോ? ആർക്കും അറിയാത്ത എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ പറഞ്ഞു തന്ന യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഇത് മനസ്സിലാക്കിയവൾ അടുത്തതായി ആരാധന എന്ന വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവ പ്രവാചകനാണ്, തന്നോട് സംസാരിക്കുന്ന യഹൂദനെന്ന് സംബോധന ചെയ്ത്, യജമാനെന്ന് സംബോധന ചെയ്ത ഇവർ തന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ അതിനു മുമ്പിൽ ഭയപ്പെട്ട് പറയുകയാണ്, ഇവനൊരു പ്രവാചകനത്രേ, ഇവനൊരു പ്രവാചകനത്രേ, ഞാൻ പ്രവാചകനെന്ന് കാണുകയോ. അങ്ങനെയെങ്കിൽ ആ പ്രവാചകനെന്ന് തന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലെ പറഞ്ഞ സമയം മുതൽ അവൾ അവളുടേതായ വിഷയത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇതാ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, എന്നാൽ നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആരാധനയുടെ വിഷയത്തിലേക്ക്, ആരെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് അവൾ പഠിച്ചു വെച്ച പാഠവത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകൻ എന്ന് മനസ്സിലാക്കിയവൾ അവളുടെ ജീവിതത്തിന്റെ മാർമികം, ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അവൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, അതെ ഞങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിലാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നത്, എന്നാൽ നിങ്ങൾ പറയുന്നത് യെരൂശലേമിൽ ആണ് ആരാധിക്കേണ്ടത് എന്ന്. എന്നാൽ യേശുവോട് പറയുക, പിതാവിനെ നമസ്കരിക്കുന്നവർ ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. അതെ, അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ആകയാൽ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. കർത്താവ് അവളോട് കൂടുതൽ ആരാധനയുടെ സ്തോത്രം എന്താണ്, അതിന്റെ വ്യക്തത എന്താണ്, അതിന്റെ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ എന്തെന്ന് വെളിപ്പെടുത്തുകയാണ്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ഇത് പറഞ്ഞിട്ട് കർത്താവ് സംസാരിക്കുന്നു. അപ്പോൾ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, അല്ലെങ്കിൽ നമസ്കരിക്കണം. ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നാണ് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ അത് വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നാണ് പിതാവ് ഇച്ഛിക്കുന്നതെന്ന് അതിശ്രേഷ്ഠതയോടെ
കൃത്യമായി കൃത്യതയോടെ കൂടെ തന്നെ ആരാധനയെ കുറിച്ച് സർവശക്തനായ കർത്താവ് അവളോട് വിവരിച്ചു പറയുകയാണ്. നിങ്ങൾ പറയുന്നതല്ല, ഈ മലയിലും യെരൂശലേമിലും അല്ല. ആമേൻ, സ്തോത്രം. രക്ഷ വരുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരാധിക്കേണ്ടത് എവിടെ? ആമേൻ, സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതെ, ആത്മാവിന്റെയും സത്യത്തിന്റെയും ആരാധനയ്ക്കകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ ആരാധിക്കണമെന്നാണ് കർത്താവ് സർവശക്തനായി ദൈവം ഇച്ഛിക്കുന്നത്. അപ്പോൾ ആരാധനയുടെ ശ്രേഷ്ഠതയെ കുറിച്ച്, ആരാധന എങ്ങനെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം എന്നുള്ളതായത് കൃത്യതയോടെ കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. ആരാധനയുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച്, അതിന്റെ ഏറ്റവും സത്തായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച്, അത് സത്യത്തിന്റെയും ആത്മാവിന്റെയും ആരാധന എന്ന് വെളിപ്പെടുത്തുമ്പോൾ താൻ ഹല്ലേലൂയ പറയുകയാണ്. ഓ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, നമസ്കരിക്കണം. അതേ, ആ ആരാധനയുടെ കൃത്യത, അവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം എന്നൊക്കെ വളരെ വ്യക്തതയോടെ പറയുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൾ ഇങ്ങനെ പറയുകയാണ്. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. പാപത്തിന്റെ അകത്ത് ആമൻ വീണുപോയവൾ, പാപത്തിൽ ജീവിച്ചവൾ, ആമൻ തന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവൾക്ക് എവിടെയോ മറഞ്ഞു കിടന്ന, എവിടെയോ അവൾക്ക് മറവായി കിടന്ന ആരാധനയുടെ ആമൻ വിഷയങ്ങളെ കുറിച്ച് അവൾ സംസാരിക്കുകയാണ്. എന്നാൽ ആ ആരാധന എന്തെന്ന് വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആമൻ കർത്താവോട് കൃത്യതയോടെ വെളിപ്പെടുത്തി പറയുകയാണ്. ആത്മാവിൽ സത്യത്തിലുമുള്ള ആരാധന. അപ്പോൾ ആരാധനകളുടെ നടുവിൽ ഹല്ലേലൂയ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയരെ, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പ്രതികൂലത്തിന്റെ നടുവിൽ അവർ ആരാധിക്കാൻ തയ്യാറായി. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി, പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. ആരാധനകളുടെ പ്രാർത്ഥനകളുടെ നടുവിൽ അവരുടെ വിടുതലിനെ മുൻപിൽ കണ്ടുകൊണ്ടല്ല, എന്നാൽ തങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ ആത്മാവിന്റെയും ആരാധന, ആത്മാവിന്റെ സത്യത്തിന്റെ ആരാധന, അധരങ്ങളെ തുറന്ന് ദൈവത്തെ പാടി അവർ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ഇതാ ആ ദേശത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരികയാ. ആധിപത്യങ്ങൾ നിൽക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അധികാരികൾ നിൽക്കുമ്പോൾ ആ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടവർ അനേകർ കാരാഗൃഹത്തിന്റെ ഉള്ളറകളിൽ കിടക്കുകയാണ്. തങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുകയാ. കാലുകൾ ആപത്തിൽ, കൈകൾ ചങ്ങലയ്ക്കകത്ത്. എന്നാൽ അധരം തുറന്ന് ആരാധിക്കാൻ തയ്യാറായ ഭക്തന്മാർ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഇത് അർദ്ധരാത്രിക്കോ അവർ പാടി ദൈവത്തെ സ്തുതിച്ച്, അവൻ പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ച് അവർ ആരാധനകൾക്ക് നേതൃത്വം ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇത് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. എങ്ങനെ? കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ എത്രത്തോളം ബന്ധനസ്ഥരായി കിടക്കുന്നുവോ, ഹല്ലേലൂയ, എത്രത്തോളം പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ടോ, അവരുടെയൊക്കെ ബന്ധനങ്ങളെ അഴിയുമാറ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ കൈമേൽ നിന്ന് ചങ്ങല വീണുപോയെന്നാണ് തിരുവചനം വായിച്ചെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, അതിശ്രേഷ്ഠതയോടെ ശക്തമായ ആരാധനകളുടെ നടുവിൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിനെ പാടാൻ തുടങ്ങിയപ്പോൾ, ആരാധനകളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്വം അവിടെ ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറാകുക. കർത്താവിന്റെ സ്ഥലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തയ്യാറാകുക. ചില ദൈവ പ്രവൃത്തികൾ നിശ്ചയമായി കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുകയോ, നിങ്ങളുടെ ദേശത്ത് വെളിപ്പെട്ടു വരികയോ. ദീർഘനാളുകൾ ആമൻ കിടക്കുന്ന വിഷയങ്ങൾ, ദീർഘനാളുകൾ ആമൻ വിടുതലില്ലാതെ കിടക്കുന്ന ആമൻ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമാണ്. ഇന്നത്തെ ദിവസം ഈ പ്രത്യേക ഈ വചന ശുശ്രൂഷയിൽ കർത്താവിന്റെ ആമൻ രാത്രി വിളിച്ചു പറയുന്ന ഒരു ആത്മീക ദൂതാണ്. ആരാധനകളുടെ നടുവിലിതാ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെട്ടു വരികയാണ്. ശക്തിയോടെ വെളിപ്പെട്ടു വരികയോ, ശക്തിയോടെ വെളിപ്പെട്ടു വരികയോ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക, ആരാധിക്കാൻ തയ്യാറാകുക. അത് ആത്മാവിന്റെ സത്യത്തിന്റെ ആരാധനയാകട്ടെ. അത് ആത്മാവിന്റെ സത്യത്തിന്റെയും ആരാധന കൃത്യതയോടെ ആരാധിക്കുന്ന, അത് ഏതൊന്ന് തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവൾ പറയുകയാണ്, മശിഹ എന്ന് വെച്ചാൽ
ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് സകലതും അറിയിച്ചു തരും. ഇതാ ആരാധനയുടെ വിഷയങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളെ ശ്രേഷ്ഠതയോടെ ആ ശമരിയ സ്ത്രീയുടെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൻ പറയുക, മശിഹ വരുന്നു, മശിഹ വരുന്നു. പിതാക്കന്മാർ കൈമാറ്റം ചെയ്യപ്പെട്ട, പിതാക്കന്മാരിലൂടെ ലഭിക്കപ്പെട്ട ആ അറിവിനെ, മശിഹായെ കുറിച്ചുള്ള അറിവിനെ അവൾ കർത്താവിന്റെ മുൻപിൽ പറയുക. അവൻ വരുമ്പോൾ സകലതും, ഇതല്ല അവൻ സകലതും ഞങ്ങൾക്ക് അറിയിച്ചു തരും. ഹല്ലേലൂയ, സകലതും ഞങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് അവൾ ഉറപ്പോടെ പറയുക. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് നടുവിൽ ചില പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ, സ്തോത്രം, ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ഈ ദൂതുകൾ ഏറ്റെടുക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. മശിഹ വരുമ്പോൾ ഞങ്ങൾക്ക് സകലതും അറിയിച്ചു തരും. അപ്പോൾ യേശു അവളോട് പറയുകയാണ്, ഇന്ന് രാത്രി ആത്മാവിൽ നൃത്തം ചെയ്ത് ഏറ്റെടുക്കേണ്ട ദൈവിക ദൂതുകളാണിത്. അവൻ യേശുവോട് പറയുക, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള, എത്ര അവർണ്ണനീയമായ, എത്ര അതിശ്രേഷ്ഠമായ വെളിപ്പാടുത്തലുകളാണ് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു അവൾക്ക് മുൻപാകെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതാ ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്താൽ ജയമെടുക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഇതാ അവൾ പാത്രം അവിടെ വെച്ചിട്ട് ആ പട്ടണത്തിലേക്ക് ഓടി. ആ പട്ടണത്തിൽ ഓടിച്ചെന്ന് തനിക്ക് മുമ്പിൽ എതിർപ്പെട്ട സകലരോടും യേശുവിനെ കുറിച്ച് അവൾ പ്രസ്താവിക്കാൻ തുടങ്ങി. മറ്റുള്ള തനിക്ക് മുൻപിൽ എതിർപ്പെട്ടവരോട് അനേക വീടുകളിൽ കയറി ചെന്ന് അവരോടെല്ലാം യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം, ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ചില സമയങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള സകലരോടും യേശുവിനെ കുറിച്ച് അവൾ സംസാരിക്കുകയാണ്. യേശുവിനെ കുറിച്ചും മശിഹായെ കുറിച്ച് അവൾ സംസാരിക്കുകയാണ്. കാണുന്ന സകല പ്രിയപ്പെട്ടവരോടും അവൾ സംസാരിച്ചു തുടങ്ങി. കാണുന്ന സകലരോടും അവൾ സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് മുമ്പിൽ എതിർപ്പെട്ട സകലരോടും വിളിച്ചു പറഞ്ഞു, ഇതാ യേശു വന്നു, മശിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, മശിഹ വന്നു, മശിഹ വന്നു. ഇതാ നമുക്ക് മുൻപിൽ പല വ്യവസ്ഥിതികളും വെച്ചിരിക്കുമ്പോൾ, പല സ്തോത്രം നിയമങ്ങളും വെച്ചിരിക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് സ്തോത്രം നമ്മുടെ ആരാധന എവിടെയെന്ന് എങ്ങനെയെന്ന് പല പല വിഷയങ്ങളെ വിവരിച്ചു തരുവാൻ നമ്മോട് സംസാരിച്ചു തരുവാൻ ഇതാ നമുക്ക് വേണ്ടി ഒരുവൻ വന്നു, മശിഹ വന്നിരിക്കുന്നു. അങ്ങനെ സ്തോത്രം, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കൂട്ടം ശമരിയ പട്ടണത്തിലെ സകലരെയും അവൾ കൂട്ടിക്കൊണ്ടുവന്നു. ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു എന്നാണ് 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. 39-ാമത്തെ വാക്യം നാം വായിക്കുന്നത്. 40-ാമത്തെ വാക്യത്തിലെല്ലാം യേശു അവരോടുകൂടെ പാർക്കണമെന്ന് വന്ന് യേശുവിനോട് അവർ അപേക്ഷിച്ചു തുടങ്ങി. ഏറ്റവും അധികം പേർ യേശുവിന്റെ വചനം കേട്ടു. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ 45-ാമത്തെ വാക്യത്തിൽ ഗലീലക്കാർ അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ചു പെരുന്നാളിൽ ചെയ്തതൊക്കെ കണ്ടതുകൊണ്ട് യേശുവിനെ അംഗീകരിച്ചു. ഇതാ ഗലീലയിൽ യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട്, അടയാളങ്ങളെ കണ്ട് യേശുവിനെ അംഗീകരിക്കുമ്പോൾ ഒരു കൂട്ടം ഗലീലക്കാർ, യെരൂശലേമ്യർ, യഹൂദന്മാരൊക്കെ യേശുവിനെ അംഗീകരിക്കുമ്പോൾ, എന്തിന്? അത്ഭുതം ചെയ്തവനെന്ന്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനെന്ന് യേശുവിനെ അംഗീകരിക്കുമ്പോൾ ഇതാ സ്തോത്രം 42-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, അവൻ സാക്ഷാൽ ഒരു കൂട്ടം ശമരിയക്കാർ ഓടി വന്ന് പറയുകയാണ്, അവൻ ലോകരക്ഷിതാവാണ്. അവൻ യെരൂശലേമ്യർക്ക് മനസ്സിലാക്കാത്ത, ഗലീലക്കാർ മനസ്സിലാക്കാത്ത ഒരു വലിയ വെളിപ്പാട് ശമരിയ പട്ടണം ഒരുമിച്ച് പറഞ്ഞു, ഇവൻ ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണ്, ഇത് ലോകരക്ഷിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ദൈവമെന്ന് യേശുവിനെ അംഗീകരിക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനെന്ന് പറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുമ്പോൾ, അംഗീകരണം മാത്രം കൊടുത്ത് യഹൂദന്മാർ മാറ്റി നിർത്തുമ്പോൾ ഒരു കൂട്ടം
സ്തോത്രം ശമരിയ പട്ടണക്കാർ ഓടി വന്ന് പറയുക, ഇവനെ അംഗീകരിക്കപ്പെട്ട സ്തോത്രം യഹൂദന്മാർ അംഗീകരിച്ച് മാറ്റി നിർത്തുമ്പോൾ ഇല്ല, ഞങ്ങൾ പറയുന്നത് യേശു ലോകരക്ഷിതാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സന്ദേശത്തിലൂടെ എനിക്ക് വിളിച്ചു പറയുവാനുള്ള ദൂത്, ഈ ലോകത്തിന്റെ രക്ഷകനായിട്ട് ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവല്ലാതെ വേറൊരു നാമമില്ല. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് രാത്രി ശമരിയ പട്ടണം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഗലീലക്കാർ അവനെ അംഗീകരിച്ചു മാറ്റി നിർത്തുമ്പോൾ യേശു ലോക രക്ഷിതാവെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് ലോകത്തെ രക്ഷിക്കാൻ സ്തോത്രം ലോക രക്ഷിതാവാണ്. ലോകത്തെ രക്ഷിക്കാൻ, മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവമാണ്. ഈ വെളിപ്പാടുകളാണ് ശമരിയ പട്ടണത്തിന് മുൻപാകെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ആ രക്ഷകൻ കടന്നു വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം ഇതാ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെ പ്രബോധിപ്പിച്ച് ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു ലോകരക്ഷിതാവാണ്. യേശു ലോകരക്ഷിതാവാണ്. ആ രക്ഷകനെ സ്തോത്രം കൈക്കൊള്ളുവാനാണ്. ആ രക്ഷകനിലൂടെ ഏതു മനുഷ്യനെ തികഞ്ഞവനാക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അതിശക്തിയോടെ വിളിച്ചു പറയുന്ന ആത്മീക സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം സ്തോത്രം കർത്താവിന്റെ കാലച്ചുകൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്തോത്രം പിതാക്കന്മാർ കൈമാറ്റം ചെയ്യപ്പെട്ട ദൂതുകളെ സ്തോത്രം പറഞ്ഞത്, മശിഹ വരുന്നു എന്ന് ഞാൻ അറിയുന്നു, ആ മശിഹ വരുമ്പോൾ സകലത് ഞങ്ങൾക്ക് അറിയിച്ചു തരും. അതേ, നമ്മുടെ കർത്താവ് ഏറ്റവും കടന്നു വരുവാൻ ഏറ്റവും കാലം ആസന്നമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ധന്യനായ ഏകാധിപതി സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിന് പങ്കാളികളായി തീരുവാൻ, ഈ രക്ഷകനെ സ്വീകരിക്കാൻ ഒരു ശമരിയ സ്ത്രീ നിമിത്തം ആ പട്ടണം മുഴുവൻ വിടുവിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി എത്രയെത്ര ആത്മീകമായ ആലോചനകൾ നമ്മുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് മാത്രമല്ല, ഒരു പട്ടണം മുഴുവൻ പിടിച്ചെടുക്കുന്ന, ലോക രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ആത്മീക യോദ്ധാവായി തീരുവാൻ, അതിനൊരു പാത്രമായി തീരുവാൻ അത്രേ കർത്താവ് നമ്മെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നത്. ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കപ്പെടുന്ന സമയങ്ങൾ, ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മിനിസ്ട്രിയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട തിരുവെഴുത്തുകൾക്ക് മുൻപാകെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി നിയമങ്ങളെ അനുകൂലമാക്കി തരുന്നവൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവുകളെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു ദൈവം. ഹാഗറിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി സ്തോത്ര കരുതലിന്റെ കരങ്ങൾ തുറന്നു കൊടുത്തതുപോലെ, മരുഭൂമിയിൽ വറ്റിപ്പോകാത്ത ഉറവക്കണ്ണികളെ തുറന്നു കൊടുത്തതുപോലെ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അനുകൂലമായി നിൽക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവമുണ്ട്. ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ ദൈവശക്തിക്ക് നിങ്ങൾ ഉടമയാണ്. അങ്ങനെയെങ്കിൽ ഈ ശ്രേഷ്ഠകരമായ ആലോചനകൾക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പലരെയും തേടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കേണ്ടത്. ഒരു വേള കേൾക്കപ്പെട്ട ദൂതുകൾക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പണ്ഡിത രമാഭായിയെ കുറിച്ച് വളരെ സുപരിചിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് എന്റെ കേൾവിക്കാർ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആ പ്രിയപ്പെട്ടവർക്ക് പ്രചോദിതമായിട്ടുള്ള ഒരു വാക്കുകളുണ്ട്. വില്യം കേറിയുടെ വാക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ്. വില്യം കേറി
പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക. അതെ, ആ വാക്കുകളാണ് തനിക്ക് പ്രചോദനമായി തീരുവാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് നിന്ന് ചിലത് പ്രതീക്ഷിച്ച് അത് വൻ കാര്യങ്ങളെ ചെയ്യത്തക്ക നിലകളിൽ ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ വ്യക്തിയല്ല ഞങ്ങൾ, അസാധാരണ ദൈവശക്തിക്ക് ഞങ്ങൾ ഉടമയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടും. ആരാധനയിൽ ചില വിടുതലുകൾ സംഭവിക്കും. ഞങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ അനുകൂലമാക്കി തരും. ചില സാധ്യതകൾ ഞങ്ങൾക്ക് മുൻപാകെ ഇന്ന് രാത്രി തുറക്കുക. ചില ഉറവുകളെ സ്വർഗപ്പെടുന്ന് തുറക്കുക. അതിലൊരുമയായി കർത്താവിന്റെ നാമം വഹിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ കുറിച്ച് ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി, പ്രാപ്തരാക്കി ഒരു പുതിയ അഭിഷേകത്തോടെ ഈ കാലഘട്ടത്തിന്റെ കർത്താവ് ഞങ്ങളെ ഉയർത്തും. പലരും യേശുവിനെ അത്ഭുതങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് അംഗീകരിച്ച് മാറ്റി നിർത്തുമ്പോൾ ഇതാ ഞങ്ങൾക്ക് വേണ്ടി ലോകരക്ഷകനായ യേശുവെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ അധികാരവും ദൈവകൃപയും സ്തോത്രം അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് രാത്രി കേൾവിക്കാരെ എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ച് കർത്താവിന് വേണ്ടി ചിലത് ചെയ്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗം ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം ഈ ആമേൻ ഇങ്ങനെ ഒരു സമയം ആമേൻ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട് പ്രിയപ്പെട്ടവരുടെ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.